വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പിന്നെ വന്നിരിക്കുന്ന ബെസ്റ്റ് മില്ലർ ആയിട്ട് ഇന്നലെ കളിച്ചതിൻ്റെ ബാക്കി നമുക്ക് കളിക്കാം. പിന്നെ ഇന്നലെ നമ്മൾ വണ്ടി ഒന്നും തുള്ളി പോയി ഇടിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല, നേരെ കളിക്കാം. എൻ്റെ പൊന്നു ഈ ആലുണ്ടല്ലോ വൃത്തികെട്ട സാധനം, ഞാൻ കണ്ടിട്ട് ഏറ്റവും ഒരു വെറുപ്പാണ് ഈ സാധനം. ഇതാ ലോഡാകുന്നു നമ്മളുടെ ഗെയിം. പ്ലീസ് ലോഡ്. ഒന്ന് പെട്ടെന്ന് ലോഡായതിനെ കൊള്ളായിരുന്നു ഗായ്സ്. ആ ഗെയിം ലോഡായി പോവാം. പെട്ടെന്നൊരു മഴ പെയ്തു ഗായ്സ്. കുറച്ച് മഴ അങ്ങോട്ട് പെട്ടെന്ന് ടപ്പൻ അങ്ങോട്ട് പെയ്തു. നമ്മൾ നല്ല സ്പീഡിലായിട്ടാണ് പോകുന്നത്. പതുക്കെ പോയാൽ മതി, വണ്ടി വണ്ടി പോയി തട്ടും കേസ്. എനിക്ക് ഒന്നാമത് വയ്യ വണ്ടി നന്നാക്കാൻ, എൻ്റെ പൈസ വിട്ടു. ആൾക്കാരൊക്കെ സ്ഥലത്തൊക്കെ ഉണ്ടായി ഞാൻ തിരിച്ചു കൊണ്ടുവരുന്ന വഴിയാണ്. വെള്ളമാണ് എനിക്ക് പേടിയത്. കാരണം വെച്ചാലേ ഇനി പേടിക്കണം കേസ്. കാരണം എന്താ വെച്ചാൽ ഇതുണ്ട് മുടുക്ക് വഴിയാണ് പറ്റില്ല. ചെറിയ വീതിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ചെറിയ വഴിയാണ്. ഈ ഇവിടുന്ന് പോസ്റ്റൊക്കെ ഉണ്ട്, പെട്ടെന്നല്ലേ ഇപ്പം ജസ്റ്റ് അതിപ്പോൾ ഇടിച്ചാണ്, അത് ഇടിക്കാനുള്ള പോക്കായിരുന്നു. സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്കിത് ഇവിടുന്ന് വളച്ചെടുക്കണം. ഞാൻ ഇതുവരെ കാണിക്കാൻ നോക്കാണ്ട് പോണത്. മഴ പോയെന്ന് തോന്നുന്നു. ഇപ്പം ഇല്ല കേട്ടോ, മഴ പോയിട്ടില്ല. എന്തായാലും ഇപ്പോൾ തുള്ളിയിൽ കുറച്ചും കൂടി വീട്ടെ. കട്ടിക്ക് മഴ വീഴുമ്പോൾ നമുക്ക് തോന്നിച്ച് എന്നിട്ട് കാര്യം ഇതിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ റൂൾസ് അനുസരിച്ച് തന്നെ പോകണമല്ലോ. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. റൂൾസ് അനുസരിച്ച് തന്നെ പോകണം, എന്നാലും എൻ്റെ ഭംഗി കിട്ടും. വളച്ചെടുക്കുവാം. അപ്പോൾ ഞാൻ ലൈറ്റൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇറങ്ങി റോഡ് ഡാൻസ് അല്ലേ സൂത്രം കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഞാൻ ഈ ഫോട്ടോ എടുക്കാനല്ല, കൈ തട്ടിയതാ ഗായ്സ്. ഒന്നും തന്നിട്ട് നോക്കിയോ ചെമ്പട്ട് വാരി വരുത്തുന്നു ഉത്തുന്നു പള്ളി സൈഡിന്നേ. എൻ്റെ ഇഷ്ടമില്ലല്ലേ, 10 മാസം ട്രെയിനിങ്ങിന് പോയി പഠിച്ചയാ. എന്തുവാണ് തൊള്ളയും പൊളിച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ കാണാൻ. മണി അടിക്കാൻ പറ്റുമോ? മച്ചാനെ മതി കേട്ടാ കളിച്ചത്, ഒരുപാട് കളിക്കണ്ട, സമയം പോകുന്നു. എനിക്ക് മതി കളിച്ച ഞാൻ പോണെന്ത് വേണ്ടിട്ട്. അയ്യോ ഇങ്ങനെ പ്രശ്നം എന്താണെന്നോ, വണ്ടി പോയി ചുമ്മാ നമ്മൾ ഇടിച്ചാൽ തന്നെ പ്രശ്നമായി. അവരെന്നെക്കാനും വണ്ടി അങ്ങോട്ട് വിടുവാണ്. ഇതിന് എന്തുവാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? നമുക്ക് റൂൾസ് കളിച്ച് നോക്കി പോകാൻ പറ്റില്ല.
ഗൈസ്, അപ്പം നമ്മൾ നല്ല സ്പീഡിൽ പോവാത്തെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട് കേട്ടോ. ഈ മഴ പോയില്ലേ, എന്താ പോവാതെന്ന് വെച്ചാൽ നമ്മളാ വണ്ടി പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റ് ആകും. അതെന്തോ ഭാഗ്യമുണ്ട് കേട്ടോ ഗൈസ് ഇടിക്കഴിഞ്ഞ്. ആംബുലൻസിനെ പിന്നെ ഇടിക്കാൻ പാടില്ലല്ലോ, എന്താ ഞാൻ ഇടിക്കാനത്തെ. ആംബുലൻസ് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതാണ്, നമ്മളിപ്പോൾ പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ബ്രേക്ക് ഭയങ്കര കുറവാണ് വണ്ടിക്ക്, ബ്രേക്ക് കൂട്ടുന്ന എങ്ങനെയാണോ എന്തോ. ശരി, അല്ലെ ഞാനും അങ്ങോട്ടൊക്കെ തന്നെയാ, എന്നെ കൊണ്ടുപോ പോടാ. കേസും പോകുന്നില്ല. പോ ഒന്ന് പെട്ടെന്ന് പോ എൻ്റെ പൊന്നു പള്ളി. ഇവർ പോകുന്ന ഇച്ചിരി പതുക്കെയാണ് കേട്ടോ. ഇവര് നമുക്ക് ഓവർടേക്ക് ബസ് ഓവർടേക്ക് ചെയ്യാൻ പോവാ. അതെ, എടുത്തോണ്ട് പോടാ ഊളെ, പോടാ. ഇവനെന്തോന്ന് കാണിക്കടാ. ബാക്കി ഇപ്പോൾ പ്രശ്നം നിമ്മൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോഴേ പറക്കണം. ടീച്ചർ ഏതാ ബസ്സൊന്നും മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് കൊമ്പനാണ്. അപ്പം കൊമ്പൻ്റെ അനിയനായിട്ടൊരു ബസ് വരും, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം ഇടിച്ചാണ് കൊമ്പൻ്റെ അനിയൻ ആരെന്നൊക്കെ അറിയാമല്ലോ. ഒന്ന് ഓർത്ത് നോക്ക്. കൊമ്പൻ്റെ പട്ടി. ഇതാണ് ഞാൻ ഗെയിം കളിക്കാതെ വണ്ടി കൊണ്ട് ഇടിച്ചു. അവൻ ബ്രേക്ക് പിടിച്ചു, ഞാൻ ആരും പോണ്ട. ഒരു കാര്യം എന്നാൽ പിന്നെ അത്രക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി ഇടിച്ചല്ലേ, ഇവിടെയൊക്കെ ആരും പോകണ്ടേ. ബ്ലോക്ക് ചെയ്യും വണ്ടി വെച്ചിട്ട്, ആരും പോകണ്ട. എനിക്ക് തോന്നല്ലോ ആരും പോണെന്ന്. എൻ്റെ വണ്ടിയുടെ എല്ലാം ഞാൻ തുറന്നാൻ പോകും. ഇതെല്ലാം ഞാൻ ലൈറ്റ് എല്ലാം ഇട്ടുണ്ട്. വണ്ടി ഇറങ്ങണ്ട ഓപ്ഷനെ ഫുൾ സംഭവം ഇട്ടിട്ടുണ്ട്. ആരും പോതടാ. അയ്യോ രീതി എൻ്റെ വണ്ടി ഇടിച്ചങ്ങനെ എടുത്ത് തോക്കെ എടുത്ത് പിടിക്കും. എല്ലാം അവിടെ ഞാൻ ബ്ലോക്കാക്കാൻ പോവാണ്. ഇവരുടെ എല്ലാം ഞാൻ പെട്രാ കിട്ടില്ല. ഇവരുടെ വണ്ടി മൊത്തം ഞാൻ ഇതാക്കി. സ്ക്രീൻ റെക്കോർഡ് ഓൺ അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്ക്രീൻ റെക്കോർഡ് ഓൺ അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം കവിടുന്ന് പാടുവിട്ട് ഒച്ച ഉണ്ടാക്കിയത് മൊത്തം പണിയാണ്. ഞാൻ പിന്നെ പോട്ട് പണ്ട് അറിയില്ല. എന്തോ മതി. അയ്യോ ഹൈപ്പർ ഓഫ് ചെയ്യണം. മഴത്തുള്ളിൽ കൂടുതൽ വീഴുമ്പോൾ നമ്മൾ വൈപ്പർ പിന്നെയും ചെയ്യും. പതുക്കെ പോയാൽ മതി. ഗെയിമിലും മഴ, നാട്ടിലും മഴ. അതെ, ഞാനിപ്പോൾ എൻ്റെ റൂമിലിരുന്നാണ് ഗെയിം കളിക്കുന്നത്. ഗെയിം കളിക്കുന്നത്. പക്ഷേ പുറത്തും മഴ ഭയങ്കര. എന്തോടെ പുതിയ ചിഹ്നം കാണിക്കണേ. നിങ്ങൾ സൈഡിൽ കണ്ടതുണ്ടോ? നിങ്ങൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് തൊട്ട് അപ്പുറത്തോട്ട് നോക്കുക. ഇവിടെ എന്തോ കാണിക്കുന്നു. ബംഗ്ലാവ് എന്തോ സംഭവം. ഒന്ന് കയറി, ഞാൻ ചുമ്മാ ഒന്ന് കയറി. എന്തോ സംഭവം. അയ്യേ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് കയറി. അയ്യേ, ഇതെന്തോന്ന്. നമുക്ക് വളച്ചിങ്ങോട്ട് എടുക്കാം. മഴ പോയെന്ന് തോന്നുന്നു ഗൈസ്.
ഒച്ച എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒച്ചയുടെ സംഭവമൊന്നുമില്ല, അതുകൊണ്ടാണ്. കണ്ണീരും ഞാൻ പിന്നെ പ്രൈവറ്റുമെല്ലാം പോണേ, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വണ്ടിയൊക്കെ എങ്ങനെ വളച്ചെടുക്കണ്ടേ, എൻ്റെ സുഖത്തെ എങ്ങനെ സുഖമായിട്ട് ഓടിക്കേണ്ടതെന്ന് എനിക്ക് അത് കൃത്യമായിട്ട് അറിയാം. വലിയ വളമൊക്കെ പുല്ല് പോലെയൊക്കെ വളച്ചെടുക്കാൻ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് 2-3 സിഗ്നലൊക്കെ നിർത്തി പോകാം ഗൈസ്. നല്ല എൻ്റെ ഇത് കിട്ടുമോ. അയ്യോ ഇതെന്താ വണ്ടി എടുക്കാം. പോവാം. മഴ പോയി ഗൈസ്, മഴ പോയി. നമുക്ക് നല്ല സ്പീഡിൽ ഇനി പോവാം കേട്ടോ, നല്ല സ്പീഡിൽ പോവാം. അങ്ങനെയല്ല, ജസ്റ്റ് മുട്ടിയാൻ അവിടെ ഇരിക്കുന്ന ആ പോസ്റ്റിൽ. ഞങ്ങൾ നല്ല സ്പീഡിൽ പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ കറങ്ങി വന്നാ നേരത്തെ അവിടെ അല്ലേ കയറിയത്. അത് ശരി. അതേ മഴത്തുള്ളികളൊക്കെ പോയിട്ടോ. ഒന്നും കൂടി വൈപ്പർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഓക്കെ അപ്പം എല്ലാം ക്ലിയർ ഇട്ട് പോട്ടെ. ഓക്കെ സെറ്റ്. ഇപ്പം ഗെയിം ഒന്ന് ഉഷാറായത്. അങ്ങനെ മഴയും കൊടുങ്കാറ്റൊക്കെ ആയിരുന്നു എടുത്തത്. അപ്പം നമ്മളെ ഗെയിം കാണാൻ സുഖമില്ല. ഇപ്പോഴാണ് അവിടെ കിഡിലായത്. മഴയൊക്കെ തുറന്ന് നല്ല വെയിലായി. കൊമ്പൻ പോണ മോനെ. ഒരു ദിവസം നമ്മളെ വണ്ടി പെയിൻ്റൊക്കെ മാറ്റി പേരൊക്കെ എഴുതി ഇറക്കും നമ്മൾ കൊമ്പന്ന്. പക്ഷെ ഇപ്പം നമുക്ക് അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര മുടുക്ക് റോഡാണുള്ള വണ്ടി ഇരിക്കരുത്. കളിയല്ല ഇത്, കുട്ടിക്കളിയല്ല മോനെ. കൊമ്പ ഞാൻ പറഞ്ഞു, കുട്ടിക്കളിയല്ല കേട്ടാ. പൈസ ഓണ കളിയാ കൊമ്പ. എൻ്റെ മരയൊക്കെ പോ. അമ്മേ എന്താ ഇങ്ങോട്ട് ചാടാ. കണ്ടിട്ട് തോന്നുന്നു. പക്ഷെ എന്നെ കാണണ്ടായി, എൻ്റെ അമ്മ വിഷമിക്കും. എന്നെ കട്ടിനും ഡാൻസ് കളിക്കാം. അടിയോടിയോ. പക്ഷെ ഇതെന്താണ് തിരിയുന്നില്ലടാ. ഗെയിമിന് എന്തോ പറ്റിയ കാര്യമായിട്ട്. ഇതുകൊണ്ട് എൻ്റെ വണ്ടി നിൽക്കുന്നേ ഇത്രേ കാണത്തുള്ളൂ. ഇനി പുറയിലോട്ട് പോകണം. കൊണ്ടുപോവാം. കൊണ്ടെടുക്കാം. അയ്യോ ഗൈസ്, വണ്ടി ഇത് ഓഫ് ചെയ്തിട്ടുണ്ടേ. മ്യൂസിക് പാട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പാട്ട് കേട്ടാൻ കഴിച്ചു വണ്ടിയിൽ. വലിയൊരു വളവ് വരുന്നുണ്ട് ഇവിടുന്ന്. നമുക്ക് നല്ല സ്പീഡിൽ പെട്ടുകൊണ്ട് വളച്ചെടുക്കാം. ആക്സിഡന്റ് ആയി വണ്ടി. അയ്യോ ഗായ്സ്, വണ്ടി ആക്സിഡന്റ്. ഇറങ്ങ വണ്ടി നമ്മളെ വണ്ടിക്ക് പറ്റാം. അവൻ്റെ വണ്ടി പോണേ പോട്ടെ. എൻ്റെ വണ്ടി എൻ്റെ വണ്ടിക്ക് ലൈറ്റ് കൂട്ടിയുടെ വൃത്തികെട്ടവൻ എടുത്തോണ്ട് പോ. ഹോൺ അടിക്കും. നിൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഞാൻ ഫോട്ടോ എടുക്കട്ടെ. വാടാ, എൻ്റെ കൊമ്പനവൻ നശിപ്പിച്ചേ. 3 രൂപയുടെ ഞാൻ മുടക്കിയെന്ന് ദുഷ്ടാ.
ആടാ എൻ്റെ വണ്ടിയാണ് നമ്പർ പ്ലേറ്റടാ. ഞാൻ മൊത്തം കാണിച്ചു തരാം എനിക്കൊന്നും പണിയുണ്ടടാ. അവൻ ലൈറ്റും കത്തി കാണിക്കും. ഓടിക്കണം എൻ്റെ എടുത്ത് അണ്ണാക്കുളൊക്കെ ഞാൻ അടിച്ചു തരും. കിട്ടി അപ്പോഴോ അയ്യോ എന്നെ അടിക്കാൻ പറഞ്ഞു. എപ്പോഴാ ഇഷ്ടാ നീ കുറെ വാ. നീക്കൊന്നും ഞാൻ ഓട്ടില്ല. അവൻ എന്നെ നീക്കാതെ കൊന്നു. എന്നാ ഞാൻ ഡാൻസ് കളിക്കലാ. ഞാൻ പോണേ. നിങ്ങൾക്ക് എൻ്റെ കൈ വെറുതെ മെനക്കെട്ടുണ്ടാ. നിങ്ങൾക്കൊന്നും ഭാഗ്യം. ഞാൻ നല്ല മുള്ളുണ്ടാ. ഓ ഇവിടെ കൂടെ എടുക്കാനും പറ്റുന്നില്ല. തോക്കണേ ഇപ്പം എല്ലാം ഞാൻ എടുത്ത് പൊളിച്ചാണ്. ഇന്ത്യൻ ഗെയിമറായി പോയി. അങ്ങനൊക്കെ ഭാഗ്യമുണ്ടല്ലോ. ഞാനിപ്പം പണ്ടത്തെ പോലെ ചുമ്മാ കളിച്ച് ടൈമിന് വേണ്ടി ടൈം പോയിരിക്കാൻ വേണ്ടി കളിച്ചിരിക്കാനെങ്കിലല്ല. ഇപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് അലക്കിയാണ്. തുണി അലക്കണ പോലെ അലക്കും വണ്ടി വെച്ചിട്ട്. എൻ്റെ തോക്കൊന്നും വേണ്ട. നമുക്ക് തോക്കും വേണ്ട, ഒരു കുന്തവും വേണ്ട. നമ്മൾ ബസ്സുണ്ട്. നമ്മൾ എടുത്തിട്ട് എന്നെ വണ്ടിയിട്ട് ഹെൽത്ത് കളയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ അടിപ്പിടിച്ച് ഞാൻ കാണിക്കുന്നത്. എടുത്ത് കാണിലോട്ട് എടുത്ത് എറിയും ഞാൻ. കഴിച്ച് ഞാൻ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഞാൻ ഈ വണ്ടിയാണ് പറ്റിച്ച് പറ്റിയിട്ട് പോകാനുള്ള സമയമില്ല. സീരിയസ് ആണ് കളി. ഓ മാറ് വേട്ടാവളി എടുത്തോണ്ട് പോടാ. അയ്യോ എടാ ഇൻഡിക്കേറ്റർ കിട്ട ആള് വളയാണ്. ഇൻഡിക്കേറ്റർ കിട്ട വളയണം കേട്ടാ. അല്ല ചുമ്മാ വളയല്ലേ. അവൻ എന്ത് പോക്കാ കഴിച്ചാൻ പോണേ. അവൻ എന്ത് പോക്കാൻ പോണേ. പച്ച ശേ എന്തേന്ന് വെള്ള വാഗനറും കൊണ്ട് വന്നേക്കാം. അവൻ നല്ല ഡ്രൈവറാണ് കേട്ടോ. അവൻ നല്ല കിടിലൻ ഡ്രൈവറാ. പോണ പോക്കുണ്ടവൻ. നിക്കടാ അവിടെ. പിടി പറഞ്ഞില്ലല്ലോ അവിടെ. അവനെ വെട്ടിച്ചിട്ടില്ല ബാക്കി കാര്യമുള്ളൂ. അവൻ എങ്ങോട്ട് അത്ര ധൃതി. അവൻ പതുക്കെ പോയാൽ മതി. അത്ര ഇതാണ് ഞാൻ അവനെ പിടിച്ചില്ല. ബാക്കി കാര്യമുള്ളൂ. എനിക്ക് അവനാണോ. അയ്യോ അടിക്കരുത്. വണ്ടി എന്തായാലും നന്നെ ഇടിച്ചിട്ടുണ്ട്. പിന്നെ പതുക്കെ പോയി ഇടിച്ചൊക്കെ കയറ്റിട്ട് പതുക്കെ മെല്ലെ പോ. ഇടിയെല്ലാം കേട്ടിട്ട് അവൻ പോണേ പോട്ട് നോക്കണ്ടവൻ. എനിക്ക് കലിപ്പോണോണേ. നിക്കണ അവിടെ. ഇടം മോനെ ചെങ്ങ നീ നന്നായി വാ. ഓടിക്കണം അവൻ്റെ കല്യാണ സിൽക്സ്. ഓർഡർ കല്യാണ സിൽക്സിൻ്റെ പരസ്യം ഞാൻ വീട് കൊടുക്കുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വരത്തുമില്ല. ഒരു കുന്തവും പറ്റില്ല. GTA 5 വീഡിയോ വരുന്നതായിരിക്കും. GTA 5 റിയൽ GTA അല്ല, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അതാണ് പഠിക്കാൻ പോകുന്നത്. ആവശ്യം മൂത്ത് എടോ താൻ എന്തോടോ നല്ല വീഡിയോസ് ഒന്നും ഇല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്നതെന്ന് ചോദിക്കരുത് എന്നോട്. ഓ അവൻ പോയി പോക്കണോ. കിഡിലിട്ട് പോയാണ് വളച്ച്. ഈ അവൻ്റെ വളം കൊണ്ട് ഇഷ്ടമായിട്ട് അയ്യോ വണ്ടി നോക്ക്. കഴിക്കാലോ. ഓ സൈഡ് കൊണ്ടടേ ചാളിഞ്ഞു പോയി നമ്മളെ വണ്ടി. നന്നാക്കണ്ട. നമുക്കെല്ലാം ഇതൊക്കെ എന്നെ പോയി നന്നാക്കാം.
അയ്യോ ബ്രേക്ക് ഇടാൻ ഗായ്സ്, എനിക്ക് ഇടിക്കാണ്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല. ബസ് ഡ്രൈവറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഇടിക്കാണ്ട് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല. എന്നെനിക്കൊരു മനസ്സും ശല്യം കൊമ്പൻ ചാട്ടം കൂടാണ്. ജസ്റ്റ് ബിസ്റ വെണ്ണൂല് പാടി ചെമ്പുകൊള്ളാന്ന് ഇതാരെ തൊലിച്ചു ചെമ്പട്ട് വാരി വലിച്ചു വലിയ തേരിടുന്നേ ദേവി തക്കത്തോളം നല്ല തക്കത്തോളം അവിടെ തെറിപ്പിച്ചുണ്ട്. കളർഫുൾ സിറ്റി കളർഫുൾ സിറ്റി പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോ. അയ്യോ അയ്യോ മാറി മാറി മാറി. ഞാനാണ് ശരിക്കും റോങ് സൈഡ് വന്നത്. എന്നാലും അവനാണ് അവൻ്റെ വതറിന് തെറ്റാമ്മേൻ്റെ ദിവൻ്റെ ഭാഗത്തുള്ളത്. ഞാൻ അവനൊക്കെ പോയിട്ടുണ്ട്. അയ്യോ മാറ്. സോറി, ഞാൻ കണ്ടില്ല. ഞാൻ മാപ്പ് നോക്കുമായിരുന്നു, ഗൂഗിൾ മാപ്പ്. അത് നോക്കിക്കൊണ്ട് പോയി. സോറി, അതെൻ്റെ തെറ്റാ. അത് ഇടിക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ വണ്ടി ഓഫ് ചെയ്ത് മറ്റേ ഇത് ബ്രേക്ക് കൂട്ടത്. ഇങ്ങനെ കുറച്ചുകൊണ്ട് കേട്ടാ കിട്ടില്ലല്ലേ. ഒരു റൗണ്ട് പോയപ്പോൾ വന്നപ്പോഴേക്കും നമ്മളാ വണ്ടിയുടെ അവസ്ഥ നോക്ക് ഗൈസ്. നല്ല പൈസ കിട്ടുന്നു. നല്ല വിലക്കുറവിന് സാധനങ്ങൾ വിൽക്കുന്നു ഗായ്സ്. എന്തുവാടേ വണ്ടിയിൽ അപ്ഡേഷൻ വന്നോ നോക്കട്ടെ. വല്ല തൂക്കിടുന്ന സാധനം ഇവിടെ അപ്ഡേഷൻ വന്നോടെ ഇല്ലല്ലേ. നല്ലൊരു സാധനം ഇല്ലേ സിനിമ അപ്ഡേഷൻ ഇട്ടൊക്കെ ഇട്ടിട്ടാലോ. ഈ പൂപ്പല്ല ഈ സാധനം ഓടിട്ടാലോ എന്താ പറഞ്ഞു. പക്ഷെ കാണാം ഒരു ബോറിങ് ടൈപ്പ്. ബോറായിപ്പോയി ഭയങ്കര. വേണ്ട, എനിക്ക് വേണ്ട, ഇഷ്ടമായില്ല. പോ, അത് ഇങ്ങനെ ഓടിയാണ് ഇഷ്ടം. ഒന്നും വേണ്ട, പൊത്തിട്ട സാധനം. ഓ ഇത് പിന്നെ നോക്കുക. ഇത് നമ്മളിങ്ങനെ ഗ്ലാസ് പോലത്തെ സാധനം. എന്തായാലും ഇപ്പം വേണ്ട, നമുക്കിന്നിപ്പോൾ വണ്ടി തന്നാക്കാം. 8 രൂപ കൊടുത്താൽ വണ്ടി തന്നാക്കാം. ഞാൻ 8 രൂപ കൊടുത്തു. 8 രൂപയില്ല, അത് ഈസി. അത്ര വിഷയക്കത്തിൽ എന്തിനാ കാണിക്കുന്നത്? 8 രൂപ പോലും കൊടുക്കാൻ വിഷ കാണിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഭാവിയിൽ പൈസ പോലും ചിലവാക്കത്തില്ല അല്ലേ. 8 രൂപ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ അത്ര ഇടിച്ചിട്ടുള്ളൂ. അതാണ് അത്ര ഇടിക്കും. എന്തായാലും പെട്ടെന്ന് കൊണ്ട് നന്നായി നമുക്ക് ചെറിയ ദിവസം നന്നാക്കാം. അല്ല കുറേ ഇനി കുറച്ചുകൂടി ആയിട്ട് നോക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ അപ്ഡേഷനുകളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. മ്യൂസിക്കിന് സംഭവം നോക്കി നോക്കാം. എന്താ സംഭവം എന്നൊന്നും അറിയണമല്ലോ. ഇവിടെ വരുമ്പോൾ എന്തോടെ ലിയോ. എനിക്കറിയാണ്, ഞാൻ ലിയോ എന്നൊക്കെ ടൈപ്പ് ഉണ്ട്. പോട്ടെ, ഇപ്പം എന്തോന്ന് സംഭവം എന്തോന്ന് അതൊക്കെ എന്തോ മനസ്സിലായില്ല. ഡിലീറ്റ് ആക്കി. ഇവിടെ ഒന്നും ഇപ്പം ഇല്ല. എന്തുവാണ് സംഭവം? കഴിച്ച എന്താ സംഭവം? പെയിൻറ്റിന് സംഭവം എന്താ ഒന്നും കൂടി നോക്കണമല്ലോ. ഇവിടെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് നമ്മൾ. ഇതെന്താ സംഭവം? യെസ്, കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കണോ? എന്തോ ആകുന്നുണ്ട്. എന്തായാലും അധികം നേരം നോക്കാൻ സമയമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വിട്ടെല്ലാം എല്ലാം നമ്പർ ചെയ്തേക്കും. ബൈ, ടാറ്റ.